മിഡിൽ ഈസ്റ്റ് ആകെ കലങ്ങി മറിയുകയാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം GCC രാജ്യങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. ഫ്രണ്ട് ലൈനിൽ സൗദി അറേബ്യയെയും UAEയും അണിനിരത്തി ഇറാനെതിരെ യുദ്ധം നടത്തുക എന്നതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. എന്നാൽ ഇറാൻ്റെ തന്ത്രപരമായ നീക്കം ഹോർമൂസ് അടച്ചുകൊണ്ട് സാമ്പത്തിക ഉപരോധത്തിലേക്ക് യുദ്ധത്തെ മാറ്റാൻ ഇറാന് സാധിച്ചു. അതുകൊണ്ട് തന്നെ സൈനിക യുദ്ധത്തെക്കാൾ സാമ്പത്തിക ഉപരോധം ലോകത്താകമാനം യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഹോർമൂസിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഈ യുദ്ധത്തെ മറ്റൊരു ഡിപ്ലോമാറ്റിക് ചാനലിലേക്ക് എത്തിക്കാൻ ഇറാന് സാധിച്ചത്. തന്ത്രപരമായ നീക്കമായിരുന്നു അത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും രാജ്യത്തോട് അഭ്യർത്ഥിച്ചത് കോവിഡിന് സമാനമായ അവസ്ഥയാണ്. യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം ലോകരാജ്യങ്ങളിൽ മുഴുവനും എത്തിക്കാൻ ഇറാന് സാധിച്ചു. ഇറാൻ ലോക വേദികളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കീ പ്ലെയറാണ്. ഇത് അവരുടെ നയതന്ത്ര വിജയമാണ്. യുദ്ധത്തിന് മുമ്പുള്ള സമീപനമല്ല ഇപ്പോൾ സൗദി ഇറാനോട് സ്വീകരിക്കുന്നത്. ഇറാനുമായി സംഘർഷത്തിൽ ഏർപ്പെടാതെ സംവാദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് സൗദി അറേബ്യ. UAE ഇപ്പോൾ മുസ്ലിം കോസിന് എതിരെ നിന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഗസയിലെ കൂട്ടക്കുരുതി നടത്തിയ അതേ ആളെ സ്വീകരിച്ചു എന്ന ആരോപണം ഏറ്റുവാങ്ങുമ്പോൾ ഇസ്ലാമിക ലോകത്ത്, അറേബ്യൻ ലോകത്ത് UAEയുടെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന കീ പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.